ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ പ്രോട്ടീൻ റിച്ച് ഢോക്ലയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആണെങ്കിൽ നമ്മൾ ഗ്രീൻ മൂങ് ദാൽ എന്ന് വെച്ചാണെങ്കിൽ ചെറുപയർ പരിപ്പില്ലേ, ഗ്രീൻ കളറിൽ അതും പിന്നെ ആണെങ്കിൽ കടലയും കൂടെ നമുക്ക് ഓവർ നൈറ്റിന് വേണ്ടിയാണ് കുതിർത്തി വെക്കണം. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു നനഞ്ഞ തുണിയിൽ ഒരു ദിവസം മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ നമ്മൾ ആ തുണി നനച്ച് അതിനകത്ത് പൊതിഞ്ഞ് വെച്ചാൽ മതി. അപ്പോൾ അത് ഇതുപോലെ ആയി കിട്ടും കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ മെഷറിംഗ് കപ്പിന് 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. അതിനകത്ത് നമുക്ക് 1 കപ്പ് തൈരും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിനകത്താണെങ്കിൽ ഒരു പിടി നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 15-20 പാലക്കൻ്റെ ഇലയും കൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ ഒരു 7-8 പച്ചമുളക്. മക്കൾ എത്ര എരിവ് കഴിക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കാം. ഇവിടെ മക്കൾ എരിവ് അധികം കഴിക്കുന്നതാണ്, ഞാൻ ഇച്ചിരി അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം നമുക്ക് ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ റെഡിയാക്കി എടുക്കാം. നമ്മളാണെങ്കിൽ ഇഡ്ഡലിക്കും ദോശയ്ക്കും മാവ് അരയ്ക്കത്തില്ലേ, സെയിം അതുപോലെ തന്നെ വേണം ചെയ്യാനായിട്ട്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളമില്ലാതെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് അതിന് ശേഷം നമുക്കാണെങ്കിൽ 1 കപ്പ് റവയുടെ ആവശ്യമുണ്ട്. റവ വറുത്തതോ വറുക്കാത്ത ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ ആണെങ്കിൽ മെഷറിംഗ് കപ്പില്ലേ 1 കപ്പ്, അതിൻ്റെ അര കപ്പിനകത്ത് ഞാൻ 2 കപ്പായിട്ട് കൊടുത്തു. അപ്പോൾ ടോട്ടൽ നമുക്ക് 1 കപ്പായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മിക്സി ജാറിലോട്ട് അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച്, അതൊന്നും വേസ്റ്റിൻ്റെ ആവശ്യമില്ല. അതും കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുലുക്കിയതിന് ശേഷം അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിനകത്ത് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ആണെങ്കിൽ ഞാനാണെങ്കിൽ കപ്പലണ്ടി എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഏത് ഢോക്ലയുടെ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ കപ്പലണ്ടി എണ്ണ ആണെങ്കിൽ യൂസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഹെൽത്തിന് കപ്പലണ്ടി എണ്ണ നല്ലത്. നമ്മൾ കൂട്ടാനാണെങ്കിൽ ഏത് കാര്യം നമ്മൾ അധികം കപ്പലണ്ടി എണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കപ്പലണ്ടി എണ്ണയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 20 മിനിറ്റത്തേക്ക് നമുക്ക് അടച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇത് നമ്മൾ റവ ഇട്ട് കൊടുത്തില്ലേ, അപ്പോൾ റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണ്ടേ. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റിന് സമയം വേണം കേട്ടോ. അപ്പം വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടൊന്നുമില്ല. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് ബാറ്ററി തിക്കായിട്ട് തന്നെ വേണേ വെക്കാനായിട്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ കുറച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുവരത്തേക്ക് നമുക്ക് സ്റ്റീമറിനകത്ത് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുക. ഞാനാണെങ്കിൽ ഇഡ്ഡലി തട്ടാണേ വെച്ചേക്കുന്നത്, അതിൻ്റെ തട്ട് ഞാൻ എടുത്തേക്കുന്നത്. അതിന് നമുക്കാണെങ്കിൽ ഓയിലും കൊണ്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇഡ്ഡലി തട്ടിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ഈനോയോ സോഡ ഇടുവാണെങ്കിൽ നമ്മൾ ഇട്ടിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പാടില്ല. നമ്മളെപ്പോഴാണ് നമ്മുടെ സ്റ്റീമർ ചൂടായ നമുക്ക് തോന്നുന്ന വെള്ളമൊക്കെ തിളച്ചു എന്ന് തോന്നുമ്പോൾ അന്നേരം നമുക്ക് അതിനകത്ത് ഈനോയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ നമുക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാനാണെങ്കിൽ ചെറിയ 2 തട്ടിനകത്താക്കിയതുകൊണ്ട് എല്ലാം ഒരു തട്ടി വരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2ആയിട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഒരു തട്ടി തന്നെ നമ്മൾ ഒരു പ്ലേറ്റിൽ തന്നെ നമ്മളെല്ലാം ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്താണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നിങ്ങൾ ബേക്കിംഗ് സോഡ ഇടുവാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ എൻ്റെ കൂട്ടി ഈനോ ഇടുവാണെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ പകുതിയാക്കിയതുകൊണ്ട് 1 ടീസ്പൂൺ നമുക്ക് അതിനകത്ത് ഈനോ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കാം. ഒരു ഡയറക്ഷൻ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഓയിലും കൊണ്ട് ഗ്രീസ് ചെയ്ത പാത്രമില്ലേ, അതിനകത്തോട്ട് നമുക്കാണെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 20 മിനിറ്റത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 20 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വല്ല പിച്ചാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂത്ത് പിക്കോ വല്ല ഇട്ട് നോക്കിയാൽ മതി. നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് അതായിട്ടുണ്ടെന്നാൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് കണക്ക് വേറെ തട്ടും കൂടി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി നമ്മൾ മാറ്റി വെച്ചില്ലായിരുന്നു. അതിനകത്ത് ഞാനാണെങ്കിൽ 1 ടീസ്പൂൺ ഈനോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നമുക്കാണെങ്കിൽ വേറൊരു പാത്രത്തിൽ ഞാൻ അത് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഒന്ന് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടോടെ മുറിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചൂടോടെ മുറിക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഇച്ചിരി തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കത് മുറിച്ചെടുത്താൽ മതി. ചെറുതോ വലുതോ എങ്ങനെ പീസ് വേണമെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം. നിങ്ങൾക്കാണെങ്കിൽ തടുക്ക റെഡിയാക്കണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ കഴിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു തടുക്ക റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ. ഞാൻ ഒത്തിരി വലിയ പീസല്ല, ഒരു ചെറിയൊരു മീഡിയം അത്രയും പീസേ ആക്കുന്നുള്ളൂ കേട്ടോ. ഒത്തിരി വലുതായിട്ട് ആക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ നോക്കാം ഇതെങ്ങനെ. നല്ല സ്പോഞ്ചി നല്ല സോഫ്റ്റാണ് കേട്ടോ. നിങ്ങൾ നോക്കി ഉള്ളു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇത് എങ്ങനെ ഉണ്ടെന്ന്. ഇതേ കണ്ടു, നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. നല്ല ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ അതേ ഒരു കടായിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം, 2 ടീസ്പൂൺ എള്ള് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ മുളകൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ കടിക്കുന്ന ഇഷ്ടമാണെങ്കിൽ അതിനകത്ത് തന്നെ 2-3 പച്ചമുളക് നടുകെ കീറി ഒന്ന് എണ്ണയ്ക്കകത്ത് സോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡോക്ലകത്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ടോസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേളിൽ കുറച്ച് മല്ലിയിലും കൂടെ വെതറി കഴിഞ്ഞാൽ നമ്മുടെ ഹൈ പ്രോട്ടീൻ റിച്ച് നമുക്ക് ഢോക്ല നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഗ്രീൻ ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെ ആണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി. ഒന്നും ഇല്ലെങ്കിൽ നോർമൽ ചായയുടെ കൂടെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.